ശ്രീ അനിൽ വിളയിൽ. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം വളരെ അപകടകരമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം ഈ ഹിജാബ് വിവാദം നേരത്തെ കർണാടകയിലൊക്കെ നമ്മൾ കണ്ടതാണ്. കോളേജിലെ ഹിജാബ് വിവാദം പിന്നീട് രണ്ട് മതങ്ങൾ തമ്മിലുള്ളൊരു സംഘർഷത്തിൻ്റെ വക്കിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇതാ കൊച്ചിയിൽ ഒരു സ്കൂളിൽ ഹിജാബ് ധരിച്ച് ഒരു കുട്ടിയെത്തുന്നു. അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ അത് തടയുന്നു. കാരണം സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമല്ല ഹിജാബ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടേക്ക് വരുന്നത് SDPIയും പോപ്പുലർ ഫ്രണ്ടുമൊക്കെയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് ശേഷം ഒന്നും മയങ്ങിക്കിടന്നിരുന്ന കേരളത്തിലെ തീവ്രവാദ ശക്തികളെല്ലാം തന്നെ വീണ്ടും സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറെ ദിവസമായി കേരളത്തിൽ കാണുന്നത്. അതിന് തുടക്കമിട്ടുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഈ മതേതരന്മാർ എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ചില വ്യക്തികളുടെ നേതൃത്വത്തില് ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നു. ഭാരതത്തിന്റെ ദേശീയ പതാകയെ അപമാനിക്കത്തക്ക രീതിയിൽ പാലസ്തീന്റെ പതാകകള് സംസ്ഥാന വ്യാപകമായി എല്ലായിടവും കെട്ടി ഉയർത്തുന്നു. കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും പ്രതിഷേധ ജാലകൾ സംഘടിപ്പിക്കുന്നു, ജാഥകൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ ചെറിയൊരു സൂചനയാണ്. ഉറങ്ങിക്കിടന്ന തീവ്രവാദ ശക്തികൾ വീണ്ടും ഉണരുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ചില സൂചനകളിൽ ഒന്ന് മാത്രമാണ് ഇത്. ഈ ഹിജാബ് വിവാദവും അതേപോലെ തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും വോട്ട് ചെയ്യാൻ എത്തുന്ന ആൾക്കാരുടെ തിരിച്ചറിയാൻ വേണ്ടി മുഖപരിശോധന, ആരാണ് ആ വ്യക്തി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള മുഖപരിശോധന നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഈ മതപരമായിട്ട് നമുക്കറിയാം, ഒരു വസ്ത്രധാരണത്തിലെ തെറ്റല്ല, പക്ഷെ ഒരു വ്യക്തിയെ അറിയാൻ വേണ്ടിയുള്ള, ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാനുള്ള സൂചനകളാണല്ലോ ഈ മുഖം തെളിയുക എന്നുള്ളത്. അതും പൊക്കോട്ടെ, എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ നിയമാവലികൾ ഉണ്ടല്ലോ. ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ ചേർക്കുമ്പോൾ അവിടുത്തെ യൂണിഫോം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണല്ലോ മാതാപിതാക്കളോട് അഡ്മിഷൻ എടുക്കുന്നത്. അത് മതവുമായി കൂട്ടിക്കലർത്തുക എന്ന് പറഞ്ഞാൽ ശരിയായ നടപടിയല്ല. ഇത് കർണാടകയിൽ തുടക്കമിട്ടിട്ടുള്ള ഹിജാബ് സമരം കേരളത്തിലെ എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. ഉറങ്ങിക്കിടന്ന പോപ്പുലർ ഫ്രണ്ട് പല രൂപത്തിലും ഭാവത്തിലും ഉയരുകയാണ്. ഇതിനെപ്പറ്റി ജോൺ ബ്രിട്ടാസ് ആയിക്കൊള്ളട്ടെ, AC വേണുഗോപാൽ ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ തന്നെ ഛത്തീസ്ഗഡിലെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും കെട്ടിപ്പിടിക്കാൻ നടന്നവരും എല്ലാവർക്കും വേണ്ടി മുദ്രാവാക്യം മുഴക്കിയവരുമാണല്ലോ. ഇവരിപ്പോൾ എവിടാണ്? കാരണം ഇത് ന്യൂനപക്ഷങ്ങളുടെ കാര്യമാകുമ്പോൾ ഇവർ അനങ്ങത്തില്ല. അതിന്റെ മറ്റൊരു സൂചനയാണ് KM ഷാജിയുടെ ചില പ്രസ്താവനകൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ തീവ്രവാദികൾക്ക് കുടപിടിക്കുകയും വീണ്ടും അവരെ സമര രംഗത്തേക്ക് ഇറക്കിക്കൊണ്ടൊരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ആസൂത്രിത ശ്രമമാണ്. അതിന് മുൻപന്തിയിൽ നിർത്തുക സ്കൂളുകൾ വഴി. ഇത് ബാക്കി വിദ്യാലയങ്ങളിലും ഇത് തുടരാനുള്ള സാധ്യതയുണ്ട്. ഇനിയും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ സേവ് ഹിജാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പരിപാടികളും കേരളത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ശ്രീ അനിൽ വിളയിൽ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ, അതിതീവ്രമായ മുസ്ലിം ഭരണം നിലനിൽക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രമാണല്ലോ ഇറാൻ. അവിടെ സ്ത്രീകൾ ഉൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങി ഹിജാബ് വലിച്ചെറിയുകയാണ്. നമ്മൾ UAE പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളിലേക്ക്, മുസ്ലിം രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ ഇപ്പോൾ പഴയതുപോലെ ഹിജാബ് ധരിക്കുന്നില്ല. ഒരുപക്ഷെ പുതിയ ജനറേഷനിലൊക്കെയുള്ള ആളുകൾ ഹിജാബ് വലിച്ചെറിയുകയാണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ. പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ പോലും ഉപേക്ഷിക്കുന്ന ഹിജാബിന് വേണ്ടിയാണ് ഇപ്പോൾ കേരളത്തിൽ സമ്മർദ്ദത്തിൻ്റെ രാഷ്ട്രീയം ഉയരുന്നത്. സൗദി അറേബ്യ എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലെ പെൺകുട്ടികളൊക്കെ തന്നെ ഒരു കാലത്ത് അവർക്ക് ഡ്രൈവിംഗ് നിരോധനമായിരുന്നു, പൊതുസ്ഥലത്ത് പുകവലിക്കാനൊക്കില്ലായിരുന്നു, മുഖം മൂടി അണിഞ്ഞുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ പൊതുവിടങ്ങളിൽ നടക്കാനൊക്കത്തുള്ളായിരുന്നു. ഇതിനൊക്കെ ആ സൗദി പോലുള്ള കർശനമായ മതനിയമം പിന്തുടരുന്ന രാഷ്ട്രങ്ങളിൽ ഇളവുകൾ വന്ന സാഹചര്യത്തിൽ അതിനെ തീവ്രമാക്കാനാണ് കേരളവും ഇന്ത്യയിലുള്ള ചില ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ശ്രമിക്കുന്നത് എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഇതൊക്കെ പലതിന്റെ സൂചനയാണ്. 2047 ആകുമ്പോഴേക്കും ഭാരതത്തിനെ ഇസ്ലാമികവൽക്കരിക്കണം എന്നുള്ളതിന്റെ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് മതത്തിന്റെ പേരില് വസ്ത്രധാരണം, ഭക്ഷണം, ചിന്ത എല്ലാം ഇസ്ലാമികവൽക്കരിക്കണം ഭാരതത്തിൽ എന്നുള്ള ഒരു അതിതീവ്രമായ ചിന്താഗതി ചില കോണുകളിൽ നിന്ന് തിരികൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ മുളയിലെ നുള്ളുകയോ അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ അതിനെ വെള്ളമൊഴിച്ച് കെടുത്തുകയോ ചെയ്തില്ല എങ്കിൽ അപകടകരമായ സാഹചര്യം കേരളമായിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ ചേർത്തതിനെ.